കർഷക മേഖലയ്ക്ക് ഭീഷണിയായി ആനത്തൊട്ടാവാടി. കൃഷിയിടങ്ങളിൽ അതിവേഗം പടർന്നുകയറുന്ന ഈ ചെടിയെ നിയന്ത്രിക്കാൻ കൃഷി വനം വകുപ്പുകൾ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കൃഷിയിടങ്ങളിലും തരിശുഭൂമികളിലും അതിവേഗം പടർന്നു പിടിക്കുന്ന ആനത്തൊട്ടാവാടി കർഷകർക്ക് ഭീഷണിയാകുന്നു. മെമോസ ഡിപ്ലോട്ടോറിച്ച എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന ഈ മുള്ളൻ ചെടി വ്യാപകമായി വളരുന്നത് കൃഷിയെയും മേച്ചിൽപ്പുറങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. കാട്ടിഞ്ച, ആനത്തൊട്ടാവാടി എന്നീ പേരുകളിലാണ് പ്രാദേശികമായി ഈ ചെടി അറിയപ്പെടുന്നത്. കന്നുകാലികൾ ഇത് ഭക്ഷിച്ചാൽ ജീവൻ പോലും നഷ്ടമായേക്കാം. ചെടി വനമേഖലകളിലേക്ക് കൂടി വ്യാപിച്ചാൽ തദ്ദേശീയ സസ്യങ്ങളെ പിന്തള്ളുകയും വന്യജീവികൾക്ക് ലഭിക്കുന്ന സ്വാഭാവിക ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടാവുകയും ചെയ്യും. കർഷകർ സ്വന്തം നിലയിൽ ചെടി വെട്ടിമാറ്റുന്നുണ്ടെങ്കിലും വ്യാപകമായ സ്ഥലങ്ങളിൽ ഇതുമാത്രം മതിയാകില്ല. പ്രത്യേകിച്ച് വനമേഖലകളിലേക്ക് കടന്നു കയറുന്നതിന് മുമ്പ് തന്നെ ചെടിയുടെ വ്യാപനം കണ്ടെത്തി നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്ന് കർഷകർ പറയുന്നു. ആനത്തൊട്ടാവാടി എന്ന് പറയുന്നൊരു ഭീകരമായിട്ടുള്ള സംഭവമുണ്ട്. കോഴി വളമാണെങ്കിലും ചാണകമാണെങ്കിലും നമ്മളിവിടെ കൊണ്ട് അത് ചെടികളുടെ കൊണ്ടിടും. ആ ചെടികളെ ശരിക്കും പറഞ്ഞ് നശിപ്പിക്കുക. ഇതങ്ങോട്ട് വളർന്നങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ലോകത്തൊരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അതിനെ നശിപ്പിക്കാൻ കളനാശിനി പോലും അടിക്കും. സാധാരണ ഹൈറേഞ്ചിലെ കർഷകർ ശരിക്കും കളനാശിനി ഉപയോഗിക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നടക്കുകയല്ല. വളരെ ഭീഷണിയാണ്. അതൊക്കെ അടിസ്ഥാനപരമായിട്ട് ബഹുമാനപ്പെട്ട സർക്കാർ കൂടെ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ആനത്തൊട്ടാവാടി പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷിവകുപ്പും വനവകുപ്പും സംയുക്തമായി ഇടപെട്ട് ശാസ്ത്രീയമായ രീതിയിൽ ചെടി നശിപ്പിക്കുന്നതിനും വ്യാപനം തടയുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.